ആക്ഷൻ ഹീറോ ബിജുവിൽ പോലീസ് നഷ്ടപ്പെട്ട വോക്കി ടോക്കി അല്ല, ഇത് നമ്മുടെ സ്വന്തം വോക്കി ടോക്കി. കിഷോട്ടാ, എവരിത്തിങ് റെഡി? കണ്ടില്ലേ, അകത്തേക്ക് വരാം. നമ്മൾ പല ഹോട്ടൽസ് എന്താ കാണാറ്, എൻട്രി ഇല്ല, അതായത് അടുക്കളയ്ക്ക് എൻട്രി ഇല്ല എന്നാണ് കാണാറ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, എല്ലാവരും കാണിക്കുകയാണ്. ഇത് കണ്ടില്ലേ, അടുക്കള കാണേണ്ടേ, അകത്തേക്ക് വരാം. അപ്പം കിഷോട്ടൻ അങ്ങനെയാണ് സാധനം സെറ്റ് തേക്കുന്നത്. പിന്നെ അതിനപ്പുറം ഈ അമ്മ വീടുള്ള പേര് ഒക്കെ കേട്ടോ, കാരണം കണ്ടില്ലേ മൊത്തം ഒരു നല്ല വീട്, നല്ല തറവാട് വീടിൻ്റെ ഒരു ആംബിയൻസ്, കാര്യങ്ങളെല്ലാം നല്ല മണം, വായിലാണെങ്കിൽ മൊത്തം വെള്ളം. ബാ എന്നാണ്ട്? സുഖം സുഖം. പിന്നെ ഒരു കയ്യിൽ രണ്ട് കയ്യിൽ ചട്ടുക പണിയൊക്കെ പഠിച്ചില്ലേ? പിന്നെ ഇത് പണി പഠിച്ചില്ലെന്നല്ല, നമ്മൾ ഇങ്ങനെ ഒരു സാധനം എടുക്കുമ്പോൾ നമ്മൾ അറിയാതെ പഠിച്ചു. അല്ല പിന്നെ ഇത് ഈ വോക്കി ടോക്കി പരിപാടിയൊക്കെ എന്താ? ഇത് ഒരു പഴയ ബിൽഡിംഗ് ഇവിടെ ആയതുകൊണ്ട് ഓരോ സ്റ്റെപ്പായിട്ടാണ്, ഓരോ റൂംസ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുകളിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിലേ ഈ വാക്കി ടോക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണി കുറവാ. അവിടെ കൊടുക്കും, അവിടെ ഉണ്ട്. എടാ തരാ ഇപ്പൊ തരാം. ചൂര ഫ്രൈ മുകളിൽ കൂടെ. പുതിയ ആളാ. നമ്മളിപ്പോ രാവിലെ മോർണിംഗ് ഉണ്ടോ? എങ്ങനെയാ? ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ഇവിടെ 11 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് രാത്രി 11 മണി വരെയാണ്. രാത്രി എന്തൊക്കെയായിട്ട് നമുക്ക് രാത്രി പറഞ്ഞ ഫിഷിന്റെ ഐറ്റംസ് കാണും. പിന്നെ ചൈനീസ്, നൂഡിൽസ്, ദോശ, പൊറോട്ട, അരിപ്പത്തിരി, ചപ്പാത്തി, ഇടിയപ്പം, കപ്പ, പാൽക്കപ്പ. അല്ല, കള്ളുഷാപ്പ് ഇട്ടപ്പോ? കള്ളുഷാപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. കള്ളുഷാപ്പ് അതാണ് നമ്മളല്ലേ, നമ്മളെ ഈ കള്ളുഷാപ്പാണല്ലോ. ഉറപ്പല്ലേ? 8 കൊല്ലം നമ്മൾ ചെയ്തു. പിന്നെ ഈ ഷാപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് നമ്മൾ വലിച്ചിറക്കി ഒരു താഴേക്കടയിലുള്ള എല്ലാ ആളുകളെയും കൾച്ചർ മാറി. ഫുഡിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രോഗ്രാം ചെയ്തതിന് ശേഷമാണ്. ഷോ ഒരു സിനിമ ചെയ്തു, ഉർവശി നായികയായ ജഗതമ്മ 7ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡബ്ബിങ് കഴിഞ്ഞു. പിന്നെ എൻ്റെ ബ്ലോഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോണു. ഇതെന്ത് ഈ അടുപ്പ് ഇങ്ങനെ, ഈ സെറ്റപ്പ്? ഇത് വിറകടുപ്പാണ്, എല്ലാം വിറകിലാണ്. വിറകില് മൊത്തമല്ല, നമുക്ക് ഒരു 3 സ്റ്റവ് ഉണ്ട്. അത്യാവശ്യം പെട്ടെന്ന് ചെയ്യാനും ഈ കുക്കറൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റൗവിലേ പറ്റുള്ളൂ. ഇതിപ്പോ നമ്മൾ പുതിയൊരു ടവ ചെയ്ത് വെച്ചിരിക്കുക, ടവ ഫ്രൈക്ക് വേണ്ടി. ഇതാണ്ട, അപ്പൊ എണ്ണ വളരെ കുറച്ച് മതി. ടവ ഫ്രൈക്ക് വേറൊരു ടേസ്റ്റാ. ഇത് ജിലേബി ഇടുന്ന ചട്ടിയാ, കണ്ടന്റ് എണ്ണ കുറച്ച് മതി. വായിൽ മൊത്തം വെള്ളം വരുന്നൊന്നും പറയാനും പറ്റുന്നില്ല. കൊഞ്ച് ഫ്രൈ ഉണ്ട്. ഇത് കരിമീനല്ലേ? കൊഞ്ച്, കരിമീന്, നെമ്മീൻ ചൂര, ആവോലി, അയല നടക്കുന്നു. നമുക്ക് ചോറിന് എത്ര? 80. ചോറിന് നമുക്ക് തൊടുകറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാറ്, പുളിമുളകും, കിച്ചടി, തോരൻ, അവിയൽ. ഈ പുളിമുളക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ തിരുവനന്തപുരം ഈ ഭാഗങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കറികളില്ല എന്നുണ്ടെങ്കിൽ അമ്മ പെട്ടെന്ന് ചെറിയ ഉള്ളിയും പിന്നെ വാളംപുളിയും ഉടങ്കൊല്ലി മുളക് എന്ന് പറയും, അസുരം പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പൂടെ ഇട്ട് ഇങ്ങനെ ഞമിണ്ടി തരുന്ന ഒരു സാധനമാണ് ഈ പുളിയും മുളക്. ഇതാണ് സാധനം, പുളിയും മുളക്. ഇവിടെ ഉള്ളതെല്ലാം നിനക്ക് തന്നിട്ടുണ്ട്. കൊടുക്കാറുണ്ടോ? ഇങ്ങനെ ചില ഫാമിലീസ് വരുമ്പോൾ അവർക്ക് എല്ലാത്തിനും കുറച്ച് വേണമെന്ന് പറയുമ്പോൾ അങ്ങനെ കൊടുക്കും. തേങ്ങ അരക്കകത്ത് അയല മുളകിട്ട കറി, മാങ്ങാക്കറി അയല, ചെമ്മീൻ, ചിക്കൻ തോരൻ, പോത്ത് റോസ്റ്റ്, പോത്ത് ഡ്രൈ, കരിമീൻ ഫ്രൈ, ബീഫ് കറി,
അയല മാങ്ങാക്കറി അതാണ് കഴിക്കുന്നത്. ഇത് വേളാപ്പാര വറുത്തരച്ച കറി, തേങ്ങ വറുത്തരച്ചത്. പിന്നെ നെത്തോലിപ്പീര, ആവോലി, കൂന്തൾ, ഞണ്ട്, ചിക്കന്, അതിനകത്ത് അയല പൊള്ളിച്ചത്. അപ്പോൾ ക്ലൈമാക്സ് ഇതാണ്. എന്നെ വിളിക്കണേ, പച്ചച്ചോറ് കുറച്ച് മാറ്റി വയ്ക്കണം. ഇത് ക്ലൈമാക്സ്. ഞാൻ ഒന്ന് ഒറ്റ ഓട്ടം ഓടി എല്ലാവരും ഒന്ന് തലയടിച്ചിട്ട് ഓക്കെ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടിവിട്ട് ഭക്ഷണം കഴിക്കാം. ഇടിവിട്ടെന്ന് പറഞ്ഞാൽ ഇടിവിട്ട് എല്ലാം വെറൈറ്റി കേട്ടോ, സംഗതിയും പൊളിച്ച്. ഹരീഷായി, ഓ തീർത്തുകളയല്ലേ? ഇല്ല, ക്ലൈമാക്സ് ഉണ്ട്. തൈര് ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ടക്കന ഒരു സൗണ്ട്, ഇച്ചിരി ഉപ്പ് കഴിച്ചാൽ മതി. ചാപ്പട്ടെ. അപ്പോൾ ഇനി തിരുവനന്തപുരത്ത് വരുമ്പോൾ തൈക്കാട് തൈക്കാട് PWD റെസ്റ്റ് ഹൗസിന്റെ തൊട്ടടുത്ത്, തിരുവനന്തപുരം തൈക്കാട് മേട്ടക്കട PWD റെസ്റ്റ് ഹൗസ് തൊട്ടടുത്ത് വരിക. ഞാനും ഹരീഷും നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ഒരുമിച്ച്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കാണാം. ബൈ. ഒരു 2 ഗ്ലാസ് പായസം കൂടെ അവരെടുത്ത് കൊടുത്തിട്ട്